ഹായ് നമസ്കാരം. ഇന്ന് ചെറിയൊരു പണിയുണ്ട്. ഇവിടെ അന്ന് വീടിൻ്റെ സൈഡും വഴികളൊക്കെ വെട്ടി ശരിയാക്കിയില്ലേ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു കിണറിൻ്റെ ഉള്ളും കൂടി ശരിയാക്കേണ്ടത്. ഇന്നിപ്പോൾ ഞാനും വൈഫും കൂടി അത് ശരിയാക്കാനുള്ള ഒരു ഇതിലാണ്. ക്യാമറ കുറച്ച് വിട്ട് വെക്കുകയാണ്, കാരണം എന്തെങ്കിലുമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഈ ഫോണ് പോവും. അതുകൊണ്ട് ഓക്കെ. ഇപ്പോൾ ഇവിടുന്ന് കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കിണറിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കിയെന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടില്ല. കാരണം കയറ് വേണം, അല്ലെങ്കിൽ ഏണി എന്തെങ്കിലും വേണം, ഇറങ്ങിയിട്ട് താമസം. അപ്പോൾ ഈ ലെവലിലെത്തി കണ്ടല്ലേ, വെള്ളം കണ്ടോ. ഇനി അതെല്ലാം വെട്ടണമെങ്കിൽ കയറുണ്ടെങ്കിൽ കയറ് അവിടെ കെട്ടിയിട്ട് അവിടെ ഒരു മരത്തിൽ കെട്ടിയിട്ട് തൂങ്ങിയിട്ട് ഇതാക്കാം. അതല്ലെങ്കിൽ വലിയൊരു കമ്പിയിൽ അരിവാളം എന്തെങ്കിലും ജോയിൻ്റ് ചെയ്തിട്ട് ഇവിടെ മുകളിൽ നിന്നിട്ട് വലിച്ചാൽ ഒക്കെ പറഞ്ഞു വരും. എന്നിട്ട് പിന്നെ അടിയിൽ നിന്ന് ചുറ്റിയെടുത്താൽ മതി. ഇത്രയുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ വാഴകളാണ് നിറച്ചേണ്ട വാഴകളാണ്. ഇതിലൊക്കെ കാക്കകൾ വന്നിരുന്നിട്ട് ഇങ്ങനെ കാക്കക്കാഷ്ടം വീഴുകയാണ്. മൊത്തത്തിൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാ പരിപാടിയും ഇവിടെ ഉണ്ട്. ആരും പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കൊന്നും വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല, നമ്മൾ തന്നെ ചെയ്യുക. എന്തായാലും കുറച്ച് കാലം കൂടി ഇവിടെ നിൽക്കേണ്ടി വരും നമ്മുടെ വാടക വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലം വൃത്തിയാക്കിയിട്ട് നിൽക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. നമ്മുടെ കഷ്ടപ്പാടിന് ലൈക്ക് കമൻ്റൊക്കെ തരിക. കഷ്ടപ്പാടൊന്നുമല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കേണ്ട. നമ്മൾ ജീവിക്കുന്നിടത്ത് പരിസരങ്ങളൊക്കെ വൃത്തിയാക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇവിടെയൊക്കെ നിറച്ച് തുണികളൊക്കെ ഉണ്ട്. ഈ ഇന്നലെ മഴ പെയ്തു, അത് കാരണം തുണികളൊന്നും ഉണങ്ങിക്കിട്ടാതെല്ലാം ഇതിനൊക്കെ ഇട്ടിരിക്കുക. എന്തായാലും സന്തോഷം. അരിവാളെടുത്തോ, മണലെടുത്തോ? ഇതൊക്കെയാണ് കാര്യങ്ങൾ. വീഡിയോ കണ്ടാൽ ഇഷ്ടമായ പറയണം. ഇതാണ് നമ്മുടെ ആയുധം. ഇതിന് വേണ്ടി ചെയ്യിപ്പിച്ച, കാട് വെട്ടാൻ വേണ്ടിയിട്ട് ചെയ്യിപ്പിച്ചാണ്. ക്ഷീണിച്ചു. ഇനി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് സമാനമായിട്ടൊന്ന് ഇരിക്കണം. പിന്നീട് നമ്മുടെ തൊടിയിലൊക്കെ കുറേ വെട്ടാണ്ട്. നമ്മുടെ കെട്ടികളുണ്ട് അടുത്ത്. കണ്ട വേണ്ട അത്ര അപ്പോൾ അവൾ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ലൈക്കും കമൻറ്റൊക്കെ കൊടുക്കണം. ഓക്കെ, ബൈ. താങ്ക് യു. അവിടെ താങ്ക് യു.